ഈ ബ്ലോട്ടിംഗ് പ്രശ്നം ഒരുപാട് കാലമായിട്ട് മാറുന്നില്ല എന്ന് പല ആളുകളും പറയാറുണ്ട്. പലപ്പോഴായിട്ട് നമ്മൾ ഇത് ആഹാരമായിട്ട് കണക്ട് ചെയ്തിട്ട് പല ആഹാരങ്ങളും മാറ്റി വെക്കാറുമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലായ്പ്പോഴും ആഹാരമല്ല വില്ലൻ. ചില ആഹാരങ്ങൾ ഈ ബ്ലോട്ടിംഗ് പ്രശ്നം കൂട്ടാൻ ഒരു കാരണമാവാറുണ്ട്. പക്ഷേ ഈ ആഹാരം മാറ്റി വെച്ചിട്ടും പലപ്പോഴായിട്ട് ബ്ലോട്ടിംഗ് പ്രശ്നങ്ങൾ കണ്ടിന്യൂ ആയി പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറഞ്ഞു നിൽക്കുന്ന ചില വില്ലന്മാർ കൂടിയുണ്ട്. അതൊക്കെ വ്യക്തമാക്കുകയാണെന്ന് വീഡിയോയിലൂടെ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ചില വില്ലന്മാരാണ്. നമ്മൾ ഡീഹൈഡ്രേറ്റ് ആവുക, വെള്ളം നല്ല രീതിയിൽ കുടിക്കാത്തത് കൊണ്ട് ഡീഹൈഡ്രേറ്റ് ആകുമ്പോൾ കോൺസ്റ്റിപ്പേഷൻ വന്ന് ബ്ലോട്ടിംഗ് പ്രശ്നം വരും. ഇത് സിമ്പിളായി മാറ്റിയെടുക്കാം. നല്ല രീതിയിൽ വെള്ളം കുടിച്ച് ശീലാക്കാം. അല്ലെങ്കിൽ പെട്ടെന്ന് ആഹാരം കഴിക്കുമ്പോൾ ഗ്യാസ് ട്രാപ്പായി പോകുന്നൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. അത് നമുക്ക് സാവകാശ ആഹാരം കഴിച്ചിട്ട്, മൈൻഡ്ഫുള്ളായ ആഹാരം കഴിച്ചിട്ട് ആ പ്രശ്നം പരിഹരിക്കാം. പക്ഷെ ഇത് കൂടാതെ ചില ഗുരുതരപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടിയുണ്ട്. അത് കൃത്യമായി മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ ലോങ് ടേം ആയിട്ട് ഇതുപോലുള്ള ബ്ലോട്ടിംഗ്, ബർപ്പിംഗ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. ഒന്നാമത്തേത് നമ്മുടെ കുടലിൽ ബാക്ടീരിയകളും ഫംഗസുകളും ഓവർ ഗ്രോത്ത് ആവുക. അതായത് സിഫോ എന്ന് പറയും. സ്മോൾ ഇൻറ്റെസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് എന്നും സ്മോൾ ഇൻറ്റെസ്റ്റൈനൽ ഫംഗൽ ഓവർ ഗ്രോത്ത് എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ, കുടലിൽ നമ്മൾ ആഹാരങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇത് കൃത്യമായി ഡൈജസ്റ്റ് ചെയ്യാതെ ഫെർമെൻ്റായി ഒരുപാട് ഗ്യാസുകൾ പ്രൊഡ്യൂസ് ചെയ്ത് അവിടെ ട്രാപ്പായി നമ്മുടെ വയറ് വീർത്ത് നിൽക്കുന്നൊരവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ചില ആഹാര രീതികൾ നമ്മൾ ഫോക്കസ് ചെയ്യണം. ഒന്നാമത്തെ ഹൈലി ഷുഗറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം. കാരണം ഇതുപോലുള്ള ഷുഗറി ആയിട്ടുള്ള ആഹാരങ്ങൾ നമ്മുടെ ഈ കുടലിലെ ബാക്ടീരിയനും ഫംഗസിനൊക്കെ പെറ്റുവരുക സഹായിക്കുന്ന ആഹാരം. അതുപോലെ ലോ ഫോഡ്മാപ്പ് ഡയറ്റ് ഫോളോ ചെയ്യുക. ഫോഡ്മാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടലിൽ പെട്ടെന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ചില കാർബോഹൈഡ്രേറ്റ് ഭക്ഷണങ്ങളാണ്. അപ്പം ആ ആഹാരങ്ങൾ നമ്മൾ പൊതുവെ കഴിക്കുന്ന ഒരുപാട് കോമൺ ഭക്ഷണങ്ങളുണ്ട്. ഓനിയൻ, ഗാർലിക്, പാല്, തൈര്, ആപ്പിള്, മാങ്ങ, ഇതുപോലുള്ള ആഹാരങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു PDF ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിൽ ഏതെല്ലാമാണ് ഹൈ ഫോഡ്മാപ്പ് ഡയറ്റ്, അത്തരത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കാൻ പാടില്ല ഈ സിഫോ ഉള്ള ആളുകൾ, അതായത് കുടലിൽ കണ്ടിന്യൂസ് ആയിട്ട് ബ്ലോട്ടിംഗ് പ്രശ്നമുള്ള ആളുകൾ അത്തരം ആഹാരങ്ങൾ കുറയ്ക്കുക ചെയ്യേണ്ടത്. ലോ ഫോഡ്മാപ്പ് ആയിട്ടുള്ള, അതായത് ഫെർമെൻറ്റേഷന് സാധ്യത കുറഞ്ഞിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ആഹാരങ്ങളും ആ ഒരു PDF ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത്തരം ആഹാരങ്ങൾ കഴിച്ച് ശീലാക്കുകയാണ് ചെയ്യേണ്ടത്. വൺസ് ഈ ബാക്ടീരിയൻ്റെയും ഫംഗസിൻ്റെ ഓവർ ഗ്രോത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി നിങ്ങൾക്ക് തിരിച്ചറിയാനും പറ്റും. നിങ്ങളുടെ ബ്ലോട്ടിംഗ് പ്രശ്നങ്ങളൊക്കെ കുറയാൻ തുടങ്ങും. വളരെ പതിയെ നമ്മുടെ ഈ ഹൈ ഫോഡ്മാപ്പ് ഡയറ്റ് ചെറിയ അളവിൽ ഉൾപ്പെടുത്തി ശീലാക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ പ്രോബയോട്ടിക് ആഹാരങ്ങൾ നല്ലതാണ്. പക്ഷേ തൈരും യോഗട്ടുമൊക്കെ ഈ സിഫോ ഉള്ള സമയത്ത് കഴിക്കുകയാണെങ്കിൽ പ്രശ്നം കൂടാനാണ് സാധ്യത ഉണ്ടാകുക. അതുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് പ്രോബയോട്ടിക് സപ്ലിമെൻറ്റ് എടുക്കാൻ നോക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു വില്ലനാണ് സ്ട്രെസ്സ് നമ്മുടെ ശരീരത്തെ ബാധിച്ച് കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി കാണാൻ പറ്റുന്ന ഒരു സിംപ്റ്റമാണ് ഈ ബ്ലോട്ടിങ് എന്ന് പറയുന്നത്. സ്ട്രെസ്സ് വരുന്ന സമയത്ത് കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുക. അത് നമ്മുടെ ഡൈജസ്റ്റീവ് ഫങ്ഷനെ ഡിപ്രസ് ആക്കും. അതായത് അതിൻ്റെ മൊബിലിറ്റിയും അതിൻ്റെ ഫങ്ഷനെയൊക്കെ അത് കുറക്കും. ഈ ഒരു കാരണത്താൽ തന്നെ ഒരുപാട് കാലം കോർട്ടിസോളിൻ്റെ അളവ് രക്തത്തിൽ കൂടി നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഗട്ട് ഫങ്ഷൻ കുറയാനും ഡൈജഷൻ പ്രോപ്പറായി നടക്കാത്തത് കൊണ്ട് തന്നെ കുടലിൽ ചീത്ത ബാക്ടീരിയകളും ഫംഗസൊക്കെ വളരാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കും. അതുപോലെ തന്നെ ഗ്യാസുകൾ ഈസിയായി അവിടെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അതൊരു കാരണമായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ സ്ട്രെസ് മാനേജ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രെസ് മാനേജ്മെൻറ്റിൽ നമ്മൾ റിലാക്സേഷന് വേണ്ടിയിട്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ബ്രീത്തിങ് ടെക്നിക്കുകൾ ചെയ്യാൻ പറ്റും, എക്സസൈസുകൾ, യോഗകൾ, മെഡിറ്റേഷൻസുകൾ ചെയ്യാൻ പറ്റും, പാട്ടുകൾ കേൾക്കാം, യാത്രകൾ ചെയ്യാം, സുഹൃത്തുക്കളുമായിട്ട് സമയം പങ്കിട്ടുകൊണ്ട്, സൗഹൃദങ്ങൾ പങ്കിട്ടുകൊണ്ടുള്ള മൂമെൻറ്റ്സുകളൊക്കെ നമുക്ക് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇത് മാത്രം പോരാ. സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴായിട്ട് ആളുകൾക്ക് റിലാക്സേഷൻ മാത്രം പോരാ, നമ്മൾ സ്ട്രെസ് ടോളറൻസ് കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സ്ട്രെസ്സിനെ എപ്പോഴായിട്ട് നമുക്ക് മാറ്റി വെക്കാൻ പറ്റില്ല. നമുക്ക് സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ലൈഫ് ഇവൻറ്റ്സുകൾ വരുന്ന സമയത്ത് അതിനെ ടോളറേറ്റ് ചെയ്തുകൊണ്ട് അതിനെ നേരിടാൻ കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പലപ്പോഴായിട്ട് ജോബ് സ്ട്രെസ്സാണ് ആളുകൾക്ക് പ്രശ്നമായിട്ട് വരാറുള്ളത്. ജോബ് സ്ട്രെസ് ഉള്ള ആളുകൾ ചെയ്യേണ്ടത് ഓർഗനൈസ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക. കഴിയുമെങ്കിൽ ഒരു നോട്ട് എടുത്തുകൊണ്ട് എഴുതി കാര്യങ്ങൾ ഓരോ ഓർഡറാക്കി വെക്കാൻ നോക്കുക. പ്രയോറിറ്റി ഉള്ള കാര്യങ്ങൾ മുകളിൽ എഴുതിക്കൊണ്ട് ചെയ്യാൻ നോക്കുക.
ഞാൻ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂറെങ്കിലും എൻ്റെ കമ്പ്യൂട്ടർ വെച്ചുകൊണ്ട് ഞാൻ എന്താണെന്ന് ഇമ്പോർട്ടൻ്റ് ആയി ചെയ്യേണ്ട ടാസ്കുകൾ എന്ന് കൃത്യമായിട്ട് എഴുതി നോട്ട് ഡൗൺ ചെയ്യാറുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മുകളിലായിട്ടായിരിക്കും എഴുതുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫീസിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എഴുതി വെച്ച കാര്യങ്ങൾ മാത്രമായിരിക്കണമെന്നില്ല നമുക്ക് വരാൻ പോകുന്ന ആക്ടിവിറ്റി. പല പല കാര്യങ്ങൾ നമ്മുടെ ആക്ടിവിറ്റി ആയിട്ട് വരും. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം ചെയ്ത് തീർക്കാൻ നോക്കും, അല്ലെങ്കിൽ ആ ഒരു ദിവസം എങ്ങനെയെങ്കിലും ചെയ്ത് തീർക്കാൻ നോക്കും. വളരെ ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, മാറ്റി വെക്കും. അപ്പം ഈ രീതിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ജോബ് ആയിട്ടുള്ള ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓർഗനൈസ് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പം ആ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യത്തെയൊക്കെ നമുക്ക് വളരെ ലഘുവായ രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഈ രീതിയിൽ ചെയ്യുമ്പോൾ. പക്ഷേ എല്ലാ സ്ട്രെസ്ഫുൾ ഇവൻറ്റുകളും ഇതുപോലെ തന്നെ ആവണമെന്നില്ല. പലതരത്തിലുള്ള ഇവൻറ്റുകൾ നമുക്ക് എത്താറുണ്ട്. അപ്പം ഒരു മെൻ്റൽ ഹെൽത്ത് എക്സ്പേർട്ടിനെ പോയി കണ്ട് അവരുടെ ഹെൽപ്പ് തേടുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും നിങ്ങൾക്ക് ഒരു തരത്തിലും നിങ്ങളുടെ മാനസിക സംബന്ധമായ പ്രശ്നങ്ങളെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥയാണെങ്കിൽ അത് തീർച്ചയായും നിങ്ങൾക്ക് യൂസ്ഫുൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഭക്ഷണം മാത്രം ഫോക്കസ് ചെയ്താൽ പോരാ, ചില തരത്തിലുള്ള കാര്യങ്ങളുടെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ബാക്ടീരിയ ഫംഗസുകളൊക്കെ കുടലിൽ ചീത്ത രീതിയിൽ അമിതമായ രീതിയിൽ വളരുന്നുണ്ടെങ്കിൽ അതിനെ മാനേജ് ചെയ്യണം. ചില ഹെർബൽ ഫോർമുലാസൊക്കെ ഇതിനെ ഹെൽപ്ഫുൾ ആവാറുണ്ട്. കൃത്യമായ ഒരു ഓൺലൈൻ കൺസൾട്ടേഷനിലൂടെ അതിനെ ഡയഗ്നോസ് ചെയ്ത് നിങ്ങളുടെ വയസ്സും ശരീരഭാരവും എല്ലാം നോക്കിക്കൊണ്ട് നിങ്ങളുടെ ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ മാത്രമേ തരാൻ പറ്റുള്ളൂ. രണ്ടാമതായി പറഞ്ഞിട്ടുള്ളത് സ്ട്രെസ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ സ്ട്രെസ് മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ട് കൂടുതലായി അറിയണമെന്നുണ്ടെങ്കിൽ, അതായത് യോഗിക് ടെക്നിക്കിലൂടെ എങ്ങനെ സ്ട്രെസ് മാനേജ് ചെയ്യാമെന്നൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി നിങ്ങൾക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ കൊടുത്ത ലിങ്കിലൂടെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു കണ്ടൻറ്റായിട്ട് വീണ്ടും വരാം. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കണം. അതുവരേക്കും ഗുഡ് ബൈ.